നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. തെളിഞ്ഞ മനസ്സോടെയും ഭക്തിയോടെയും സമർപ്പിക്കേണ്ട വഴിപാടാണ് പൊങ്കാല. ഇഷ്ടവരദായിനിയായ ആറ്റുകാലമ്മയ്ക്ക് സ്ത്രീജനങ്ങൾ നേരിട്ട് അർപ്പിക്കുന്ന വഴിപാടാണിത്. കുംഭമാസത്തിലെ പൂരം നാളിൽ പൗർണമി ദിനത്തിലാണ് ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല സമർപ്പണം നടത്തുക. പൊങ്കാലയിടുവാൻ സാധിക്കാത്തവർ അന്നേ ദിവസം ഒരിക്കലോടെ പൗർണമി വ്രതം അനുഷ്ഠിക്കുന്നത് ദേവി പ്രീതികരമാണ്. ഭഗവതിയുടെ 1000 നാമങ്ങൾ ഉൾക്കൊള്ളുന്ന ലളിതാ സഹസ്രനാമം പൊങ്കാല ദിനത്തിൽ ഭക്തിയോടെ പാരായണം ചെയ്യുന്നതിലൂടെ ജാതകദോഷം, ഗ്രഹപ്പിഴാദോഷം എന്നിവ നീങ്ങിക്കിട്ടുന്നതാണ്. ഉത്തമ സന്താന സൗഭാഗ്യത്തിനും സന്താന പുരോഗതിക്കും വൈദവ്യദോഷനാശനത്തിനും ദീർഘായുസ്സുണ്ടാകുവാനും പൗർണമി ദിനത്തിലുള്ള ലളിതാ സഹസ്രനാമജപം ഉത്തമമാണ്. ആദിപരാശക്തിയുടെ മാതൃഭാവമായ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല സമർപ്പിക്കുമ്പോൾ ബാഹ്യശുദ്ധിയോടൊപ്പം ആന്തരിക ശുദ്ധിയും പ്രധാനമാണ്. പൊങ്കാല നിവേദ്യം തയ്യാറാക്കാൻ തുടങ്ങുന്നതു മുതൽ സമർപ്പിക്കുന്നതുവരെ ഭക്തിപൂർവം ദേവീനാമങ്ങൾ ജപിക്കേണ്ടതാണ്. ഗണപതി പ്രീതി വരുത്തി ലളിതാ സഹസ്രനാമ ധ്യാനത്തോടെ പൊങ്കാല സമർപ്പണം ആരംഭിക്കുക. പൊങ്കാലയിടുമ്പോൾ മനസ്സിൽ ദേവി മാത്രമായിരിക്കണം. കാരണം പൊങ്കാല ആത്മാവിൻ്റെ പ്രതിരൂപമാണ്. എല്ലാ ചിന്തകളും ഉപേക്ഷിച്ച് ദേവിയുടെ രൂപത്തിൽ മനസ്സർപ്പിച്ച് ചുണ്ടിൽ ദേവീനാമങ്ങൾ ജപിച്ചുകൊണ്ട് വേണം പൊങ്കാലയിടേണ്ടത്. പൊങ്കാല നാളിൽ അതിരാവിലെ ഉണർന്നു കുളിച്ച് വിളക്ക് കത്തിച്ച് ദേവിയുടെ സ്തോത്ര നാമാദികൾ ചൊല്ലണം. പരദൂഷണം പറയരുത്. മനസാ വാച കർമ്മണ നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുക. പൊങ്കാലയുടെ തലേ ദിവസം തന്നെ പൊങ്കാല തയ്യാറാക്കുവാൻ വേണ്ടതെല്ലാം തയ്യാറാക്കി വെക്കേണ്ടതാണ്. പൊങ്കാലയ്ക്ക് തീ പകരും മുമ്പ് അടുപ്പിന് മുന്നിൽ വിളക്കും നിറനാഴിയും തയ്യാറാക്കി വെക്കണം. ദേവീ സാന്നിധ്യ സങ്കല്പമുള്ളതുകൊണ്ടാണ് നിറനാഴിയും പറയും നിലവിളക്കും വെക്കുന്നത്. അടുപ്പ് തീർത്ഥം തളിച്ച് ശുദ്ധമാക്കണം. നിറനാഴിയും നിലവിളക്കും വെക്കുകയും തീർത്ഥം തളിക്കുകയും ചെയ്യുമ്പോൾ ആ പരിസരത്ത് ഈശ്വര സാന്നിധ്യമുണ്ടാകുന്നതാണ്. പൊങ്കാല അടുപ്പ് കത്തിക്കുമ്പോൾ സർവമംഗളങ്ങളും ഭവിക്കാനായി ദേവിയെ മനസ്സിൽ വിചാരിച്ച് നിരന്തരം ദേവി പ്രസീത ദേവി പ്രസീത എന്ന് ജപിച്ചുകൊണ്ടേയിരിക്കണം. കൂടാതെ കഴിയുന്നത്ര തവണ ഭഗവതിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണേ നമോസ്തുതേ ഇതും ജപിക്കാവുന്നതാണ്. ഇതിനോടൊപ്പം നിങ്ങൾക്കറിയാവുന്ന ദേവിയുടെ നാമങ്ങളോ മന്ത്രങ്ങളോ ചൊല്ലാവുന്നതുമാണ്. ഇനി പൊങ്കാലക്കലത്തിൽ ഓരോ പിടിവീതം അരിയിടുമ്പോൾ ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. അന്നപൂർണേ സദാപൂർണേ ശങ്കരപ്രാണവല്ലഭേ ജ്ഞാനവൈരാഗ്യ സിദ്ധ്യർത്ഥം ഭിക്ഷാം ദേഹീച്ച പാർവതി. അരിയിട്ട് കഴിഞ്ഞാൽ അരി തിളയ്ക്കുന്നതുവരെ ദേവീ മാഹാത്മ്യം ജപിക്കുന്നതും അത്യുത്തമമാണ്. പൊങ്കാല പാകമാകുമ്പോഴും ദേവീനാമം എപ്പോഴും ജപിക്കണം. പൊങ്കാല തിളച്ച് തൂകുന്നതുവരെ ഇഷ്ടമുള്ള മന്ത്രങ്ങൾ ജപിക്കുന്നതാണ് നല്ലത്. ഇതിൽ ലളിതാ സഹസ്രനാമ ജപമാണ് ഏറെ ഉത്തമം. കൂടാതെ യാ ദേവി സർവഭൂതേഷു വിഷ്ണുമായേതി ശബ്ദിത നമസ്തസ്യേ 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 നമോ നമ. യാ ദേവി സർവഭൂതേഷു ചേതനേത്യഭിധീയതേ നമസ്തസ്യേ 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 നമോ നമ. യാ ദേവി സർവഭൂതേഷു ബുദ്ധിരൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമ. യാ ദേവി സർവഭൂതേഷു നിദ്രാരൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമ. യാ ദേവി സർവഭൂതേഷു ക്ഷുധാരൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമ. യാ ദേവി സർവഭൂതേഷു ഛായാരൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമ. യാ ദേവി സർവഭൂതേഷു ശക്തിരൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമ. യാ ദേവി സർവഭൂതേഷു തൃഷ്ണരൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമ. യാ ദേവി സർവഭൂതേഷു ക്ഷാന്തിരൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമ.
യാ ദേവി സർവഭൂതേഷു ജാതിരൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമഃ. യാ ദേവി സർവഭൂതേഷു ലജ്ജാരൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമഃ. യാ ദേവി സർവഭൂതേഷു ശാന്തിരൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമഃ. യാ ദേവി സർവഭൂതേഷു ശ്രദ്ധാരൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമഃ. യാ ദേവി സർവഭൂതേഷു കാന്തിരൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമഃ. യാ ദേവി സർവഭൂതേഷു ലക്ഷ്മീരൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമഃ. യാ ദേവി സർവഭൂതേഷു വൃത്തിരൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമഃ. യാ ദേവി സർവഭൂതേഷു സ്മൃതിരൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമഃ. യാ ദേവി സർവഭൂതേഷു ദയാരൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമഃ. യാ ദേവി സർവഭൂതേഷു തുഷ്ടിരൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമഃ. യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമഃ. യാ ദേവി സർവഭൂതേഷു ഭ്രാന്തിരൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമഃ. ദേവി മഹാത്മ്യത്തിലെ ഈ വരികളും ഭക്തിയോടുകൂടി പൊങ്കാല സമയത്ത് ചൊല്ലാവുന്നതാണ്. പൊങ്കാലയിടുമ്പോൾ കത്തിച്ചു വെക്കുന്ന നിലവിളക്ക് നിവേദ്യം കഴിഞ്ഞാലുടൻ പുഷ്പം കൊണ്ട് അണയ്ക്കണം. ക്ഷേത്രത്തിലോ പൊതുസ്ഥലത്തോ പൊങ്കാലയിടുവാൻ പറ്റാത്തവർ പൊങ്കാല ദിവസം സ്വന്തം വീട്ടുമുറ്റത്ത് ശുദ്ധമായ സ്ഥലത്ത് അടുപ്പൊരുക്കി ദേവിയെ സങ്കല്പിച്ച് പൊങ്കാലയിടുന്നതും ദേവിക്ക് സമർപ്പിക്കുന്നതും ഗൃഹ ഐശ്വര്യത്തിനും സന്താന സൗഖ്യത്തിനും അഭീഷ്ട സിദ്ധിക്കും നല്ലതാണ്. പൊങ്കാല തിളയ്ക്കും വരെ ആഹാരം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. എന്നാൽ പൊങ്കാല നേദിച്ച ശേഷം ആഹാരം കഴിക്കാവുന്നതാണ്. കരിക്കോ പഴമോ പാലോ കഴിച്ച് ഉപവാസം അവസാനിപ്പിക്കണം. എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം അതിന് കഴിയാത്തവർക്ക് പാലോ പഴമോ ചായയോ പോലുള്ള ലഘുവായ എന്തെങ്കിലും കഴിക്കാവുന്നതാണ്. ഇനി പൊങ്കാലയിട്ട് നിവേദ്യവും കഴിഞ്ഞ് വ്രതം മുറിക്കുന്നതിന് മുൻപ് ഇനി പറയുന്ന മന്ത്രം ചൊല്ലേണ്ടതാണ്. പൊങ്കാല ഇട്ടപ്പോഴും സമർപ്പണ വേളയിലും എന്തെങ്കിലും വീഴ്ചകൾ അല്ലെങ്കിൽ തെറ്റുകൾ സംഭവിച്ചു പോയി എങ്കിൽ അത് പരിഹരിക്കുവാൻ ഈ മന്ത്രജപം സഹായിക്കുന്നതാണ്. ഓം ദേവി ദേവി മഹാദേവി അന്നപൂർണേ മഹാമതേ നിവേദ്യ സാരമ പ്രസന്നം ക്ഷമസ്വ ക്ഷമസ്വ ദയാപരേ. ഈ ഒരു മന്ത്രം ചൊല്ലിക്കൊണ്ട് സർവ്വതും ഭഗവതിയുടെ തൃക്കാൽക്കൽ സമർപ്പിച്ച് മനസ്സുരുകി പ്രാർത്ഥിക്കുക. 100% ഏതാഗ്രഹത്തിനു വേണ്ടിയാണോ നിങ്ങൾ പൊങ്കാലയിടുന്നത് അതുറപ്പായും ആറ്റുകാലമ്മ നടത്തിത്തരുന്നതാണ്. ക്ഷേത്രത്തിലിടുന്ന പൊങ്കാല ഭക്തർക്ക് നേരിട്ട് സമർപ്പിക്കുവാൻ കഴിയില്ല. എന്നാൽ പൊങ്കാല ദിവസം ഭക്തർ നേരിട്ട് സമർപ്പിക്കുന്ന പൊങ്കാലയ്ക്ക് ഫലം ഇരട്ടിയാകുന്നതാണ്. സർവൈശ്വര്യവും ധനധാന്യ സമൃദ്ധിയും സന്താന സൗഖ്യവും സൽസന്താന ലാഭവും നൽകി ആറ്റുകാലമ്മ അനുഗ്രഹിക്കുന്നതുമാണ്. വഴിപാട് എന്നതിനേക്കാൾ ഭക്തരുടെ ഇഷ്ടമാണ് പ്രധാനം. അതുകൊണ്ട് തന്നെ ഭക്തർക്കിഷ്ടമുള്ള ഏതു വഴിപാടും ദേവിക്കായി സമർപ്പിക്കാവുന്നതാണ്. ഇനി പൊങ്കാലയുടെ പിറ്റേ ദിവസം വ്രതമെടുക്കേണ്ട ആവശ്യമില്ല. എന്നാൽ പൊങ്കാല ദിവസം പൂർണ്ണമായും വ്രതശുദ്ധി പാലിക്കേണ്ടതാണ്. പൊങ്കാലയിടാൻ ആരംഭിക്കുന്നത് മുതൽ അത് സമർപ്പിക്കുന്നത് വരെ മനസ്സിൽ മറ്റൊരു ചിന്തകളും കടന്നുകൂടാതെ വീഡിയോയിൽ പറഞ്ഞ ഈ ദേവീ നാമങ്ങൾ ചൊല്ലി പൊങ്കാല അർപ്പിച്ചു നോക്കൂ. ഉറപ്പായും ആറ്റുകാലമ്മയുടെ അനുഗ്രഹത്തോടൊപ്പം ആഗ്രഹിച്ച കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്നതുമാണ്. എല്ലാവർക്കും ആറ്റുകാൽ ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.